വളാഞ്ചേരിയുടെ വികസനത്തിൽ അസ്വസ്ഥരായ ഇടതുപക്ഷം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്ന് UDF നേതാക്കൾ പറഞ്ഞു. സ്വന്തം വീഴ്ചകൾ മറച്ചുവെക്കാനായാണ് വില കുറഞ്ഞ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും നേതൃത്വം പറഞ്ഞു. വളാഞ്ചേരി നഗരസഭയിൽ കുത്തഴിഞ്ഞ ഭരണവും അഴിമതിയുമാണ് നടക്കുന്നതെന്നായിരുന്നു കഴിഞ്ഞ ദിവസം LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചത്. ഇതിന് മറുപടിയുമായാണ് UDF നേതൃത്വം രംഗത്തെത്തിയത്. വികസന വിരുദ്ധരായി ജനങ്ങൾക്കിടയിൽ പരിഹാസ്യരായ വളാഞ്ചേരിയിലെ LDF സ്വന്തം വീഴ്ചകൾ മറച്ചുവെക്കാനായാണ് വില കുറഞ്ഞതും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. പൈങ്കണ്ണൂർ സ്കൂളിന്റെ പ്രവൃത്തി സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സിൽക്ക് എന്ന ഏജൻസിയാണ് നടത്തുന്നത്. വേളിക്കുളം പാർക്കിന്റെ നിർമ്മാണ പ്രവൃത്തിയും ഇതേ രീതിയിൽ തന്നെയാണ്. നഗരത്തിലെ CCTV സ്ഥാപിച്ചത് കെൽ എന്ന സർക്കാർ ഏജൻസിയാണ്. ഏറ്റവും ക്വാളിറ്റിയുള്ള ക്യാമറയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബസ് സ്റ്റാൻഡിനായി എടുത്ത സ്ഥലം ഉടമയ്ക്ക് തിരിച്ചു കിട്ടുന്ന രീതിയിലുള്ള നടപടിയല്ല സ്വീകരിച്ചതെന്നും ഭാരവാഹികൾ വിശദീകരിച്ചു. നിലവിൽ PMA ലൈഫ് ഭവന പദ്ധതി വഴി 9 DPRകളിലായി 653 കുടുംബങ്ങളെ ഉൾപ്പെടുത്തുന്നതിനും 564 കുടുംബങ്ങൾ കരാർ വെച്ച് പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുപോലെ കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഇന്നത്തെ പത്രസമ്മേളനത്തിലുണ്ടായി. അമൃത് പദ്ധതി പ്രകാരം വട്ടപ്പാറയിൽ കല്യാണ ഉറവയിൽ ആ കുടിവെള്ള പദ്ധതിയുടെ ഫണ്ട് ചെലവഴിക്കുന്നു എന്നുള്ള ആരോപണമാണ് വന്നിട്ടുണ്ട്. 13.5 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെ അമൃത് പദ്ധതിയിലാണ് ഈ മുനിസിപ്പാലിറ്റിക്ക് ലഭിച്ചിട്ടുള്ളത്. അത് വട്ടപ്പാറയിൽ മാത്രമല്ല, മൂച്ചിക്കല്, താഴങ്ങാടി, നിരപ്പ്, കൊട്ടാരം തുടങ്ങിയ പ്രദേശങ്ങളിൽ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു DPR തയ്യാറാക്കി അത് ഗവൺമെന്റിലേക്ക് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതിക്കായി പോകുന്ന പൈപ്പ് ലൈൻ നീട്ടുന്നതിന് വേണ്ടി ആ ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവരാരോപിക്കുന്ന, ഇടതുപക്ഷം ആരോപിക്കുന്നത് പോലെ അത് കല്യാണുറവിൽ മാത്രം അല്ല ആ ഫണ്ട് ചെലവഴിക്കുന്നത്. ഇതെല്ലാം DPR പോയിട്ടുണ്ട്. പിന്നെ മറ്റുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ നഗരസഭ കഴിഞ്ഞ 4 വർഷത്തിനകത്ത് 4 വർഷത്തിലേറെയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ അറിയാമല്ലോ, ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയർമാന്റെ നേതൃത്വത്തിൽ. ഏറ്റവും പ്രധാനപ്പെട്ട CH അബീസ് സുഹൃത്തുക്കളുടെ നാമധേയത്തിലുള്ള നമ്മുടെ ഈ നഗരസഭ ടൗൺ ഹാൾ, അത് 200-ലേറെ ആളുകൾക്ക് ഒന്നിച്ചു കൂടി അവിടെ പരിപാടികൾ നടത്താനുള്ള ആ വിപുലീകരണം നടത്തി. നമ്മുടെ കമ്മ്യൂണിറ്റി പാർക്ക് കേരളത്തിൽ ആദ്യമായിട്ട് തന്നെ ഈ സർക്കാരിന്റെ ഫണ്ടും അതുപോലെ ഈ മുനിസിപ്പാലിറ്റിയുടെ ഫണ്ടും ഉപയോഗിച്ച് അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. ഇതുപോലത്തുള്ള നിരവധി കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ഈ 4 വർഷം കൊണ്ട് നമ്മുടെ നഗരസഭ നടപ്പാക്കി. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ദുഃഖം, ദാരിദ്ര്യം മാറ്റുന്നതിന് വേണ്ടി സർക്കാരിൽ നിന്നുള്ള ഫണ്ടിന് കാത്തിരിക്കാതെ തനത് ഫണ്ടിൽ നിന്നും പൈസ എടുത്തു കൊടുത്ത് അവർക്ക് വേതനം കൊടുത്ത സമീപ പ്രദേശത്തെ ഏക മുനിസിപ്പാലിറ്റിയാണ് വളാഞ്ചേരി നഗരസഭയെന്ന് ആത്മാഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയും. നമുക്കറിയാം, സമീപ പ്രദേശത്ത് പൊന്നാനി നഗരസഭയുണ്ട്, പെരിന്തൽമണ്ണ നഗരസഭയുണ്ട്. ഇതൊക്കെ ഇടതുപക്ഷം ഭരിക്കുന്ന നഗരസഭയാണ്. അവരൊന്നും ചെയ്യാത്ത രീതിയിൽ തനത് ഫണ്ടിൽ നിന്നും അഡ്വാൻസ് ആയിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനം കൊടുത്ത ഏക മുനിസിപ്പാലിറ്റിയാണ് വളാഞ്ചേരി മുനിസിപ്പാലിറ്റി. 1000-ൽ ഇന്ന് ഏകദേശം 1 കോടിയോളം രൂപ സർക്കാരിൽ നിന്നും മുനിസിപ്പാലിറ്റിക്ക് കിട്ടാറുണ്ട്. യാഥാർത്ഥ്യം ഇതായിരിക്കെ ഈ യാഥാർത്ഥ്യത്തെ കാണാതെ തൊഴിലുറപ്പ് തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നും ഒരു സംഖ്യ പാർട്ടി ഫണ്ടിലേക്ക് പിരിച്ചുകൊണ്ട് പിച്ചച്ചട്ടിയിൽ കൈട്ട് വാരുക എന്നതുപോലെ ഫണ്ട് സമാഹരിച്ചുകൊണ്ട് ആ പാവപ്പെട്ട തൊഴിലാളികളെ സമരരംഗത്തേക്ക് ഇറക്കിയിരിക്കുകയാണ്. ഇത് പൊതുസമൂഹവും ഈ തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന സാധാരണക്കാരായ പാവങ്ങളായ തൊഴിലാളികളും മനസ്സിലാക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആദ്യമായി പറയാനുള്ളത്. UDF മുനിസിപ്പൽ ചെയർമാൻ P. രാജൻ, കൺവീനർ മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ, P. മുസ്തഫ, അലി കൊട്ടാരം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി.